എൻ്റെ കറ്റാർ വാഴ പൂവിട്ടു കേട്ടോ. നല്ല രസമാണിത് പൂവിട്ട് നിൽക്കുന്നത് കാണാൻ. എനിക്ക് ഒരുപാട് കറ്റാർ വാഴയുണ്ട്, പക്ഷേ അതിലൊന്നും ആയിട്ടില്ല പൂവ്. ഇപ്പോൾ ഈ ഒരെണ്ണം മാത്രമാണ് പൂത്ത് നിൽക്കുന്നത്. ഇത് പൂത്തിട്ട് 2 മാസത്തോളമായി. ഇതിൻ്റെ ഇത്രയും വിളന്ന് മുതൽ പൂവ് മുകളിലേക്കുണ്ടായിരുന്നു. ആ പൂവെല്ലാം കൊഴിഞ്ഞു പോയി. ഇതിപ്പോൾ ലാസ്റ്റ് വിളം വരെയാണ് നിൽക്കുന്നത്. ഈ കറ്റാർ വാഴ 2 ടൈപ്പുണ്ട്. 2 ടൈപ്പുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല വീതിയുള്ള ലീഫ് ഉള്ളതാണ് ഒരു ടൈപ്പ്. വേറൊരു ടൈപ്പുള്ളത് വീതി കുറഞ്ഞതാണ്. ഇതാണ് നല്ല പച്ച കളറാണിത്. ഇതിന് വീതി കുറവാണ്. ഇങ്ങനെ 2 ടൈപ്പാണുള്ളത്. രണ്ടും ഉപയോഗിക്കാൻ നല്ലതാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഈ കറ്റാർ വാഴ പൂത്തത് ഞാൻ ഒരു വീഡിയോയിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോൾ ഈ സ്റ്റാറ്റസ് കണ്ട് നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ മനസ്സിലായി. അവരിത് പൂത്തത് കാണാൻ വന്നു. ഒരു 10-12 പേരോളം വന്നു ഈ കറ്റാർ വാഴ പൂത്തതൊന്ന് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് 12 വർഷമൊക്കെ കൂടുമ്പോൾ പൂക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് 2.5 വർഷമായിട്ടുള്ളൂ ഈ കറ്റാർ വാഴകൾ ഞാൻ നട്ടിട്ട്. ഒരു കറ്റാർ വാഴ അങ്ങാടിക്കടയിൽ നിന്ന്. അപ്പോൾ ഈ കറ്റാർ വാഴയെ പറ്റി നന്നായിട്ട് അറിയാം എല്ലാവർക്കും, വീട്ടിലുള്ള വൈഫിനൊക്കെ അറിയാം. അപ്പോൾ ഒരു കറ്റാർ വാഴ കൊണ്ടുവന്ന് നമുക്ക് മേടിക്കണം എവിടെന്നെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലുവയിൽ പോയി അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് അവിടെ കൂട്ടിയിട്ടേക്കുക വലിയ തണ്ടുകൾ, ഇതുപോലത്തെ തണ്ടുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ച് അന്ന് 30 രൂപ 40 രൂപ കൊണ്ടാണ് വില എന്ന് തോന്നുന്നു. അത് ഒരെണ്ണം കൊണ്ടുവന്ന് മുറ്റത്ത് ഒരു സൈഡിൽ കുഴിച്ചിട്ടു. ആ സാധനമാണ് ഇപ്പോൾ ഇത്രയും കാട് പോലെ വളർന്നു നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഒരു 10-100 എണ്ണത്തോളം ഞാൻ കൊടുത്തു. ഈ വലിയ കടകൾ 40 രൂപ വിലയ്ക്ക് നമ്മുടെ അടുത്തൊരു സ്റ്റാളുണ്ട്, നാട്ടുപച്ച എന്ന് പറഞ്ഞ്. അതിനകത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വിഷമില്ലാത്ത പച്ചക്കറികൾ വിൽക്കുന്ന ഒരു കടയാണ്. എൻ്റെ പച്ചക്കറികൾ ഞാൻ അവിടെ കൊടുക്കുന്നത്. നല്ല വില കിട്ടും. നമ്മൾ പറയുന്ന വിലയാണ്, അല്ലാതെ കടയിൽ കൊണ്ടുചെല്ലുന്ന മാതിരി അവർ പറയുന്ന വിലയല്ല. പക്ഷേ അവർക്ക് ചെറിയൊരു കമ്മീഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ നമുക്ക് തരും. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്ന വളം വളരെ രസകരമായ ഇതാണ്. വലിയ ചിട്ടയൊന്നുമില്ല അതിന്. ചാണകപ്പൊടിയാണ് ചേർക്കുന്നത്. ആദ്യം ചേർത്തപ്പോൾ ഒരു എല്ലുപൊടി ഇച്ചിരി ചേർത്തായിരുന്നു. പിന്നീട് ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കും. പിന്നെ മുട്ടത്തൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. അത് വളരെ നല്ലതാണ് മുട്ടത്തൊണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ സാധാരണമായിട്ട് മുട്ടത്തൊണ്ട് കിട്ടാറുണ്ടല്ലോ. ആ മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചാരമൊന്നും ഞാൻ ഇടാറില്ല. ആ വളമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടത് വെയിൽ നന്നായിട്ട് വേണം, നല്ല നനയും വേണം. എല്ലാ ദിവസവും നനയ്ക്കണം. ഇപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ എല്ലാ ദിവസവും നനയ്ക്കും. ടെറസിൻ്റെ മുകളിലാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വെയിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെ വളരെ നല്ലതാണ്. ഇനി അടുത്തത് വേറൊരു കഥയാണ്. ഈ 10-12 പേര് ഇത് കാണാൻ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അവർ പറഞ്ഞ കഥകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല സമയം വരുമ്പോഴാണ് ഈ കറ്റാർ വാഴ പൂക്കുന്നത്. 12 വർഷമാണ് ഇതിൻ്റെ കണക്ക്. 12 വർഷമൊക്കെ ആകുമ്പോഴേക്കും തന്നെ പൂക്കും. ഇത് അതിന് മുമ്പ് പൂക്കുന്നത് നമുക്ക് നല്ല കാലം വരുന്നു, ധനപരമായി നല്ല ഉയർച്ചയുണ്ടാകും. അതായത് പണം വന്ന് കുമിഞ്ഞു കൂടുന്നത് നമ്മൾ അറിയുകയില്ല. അതുപോലെ പണവരവുണ്ടാവും എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അത് അന്ന് 12 പേർക്കും ഇതേ അഭിപ്രായം. നല്ല കാലം തെളിഞ്ഞു കേട്ടോ, അതാണ് ഇത് പൂക്കുന്നത് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ കമൻറ്റുകൾ. ഇത് 2 മാസമായി പൂത്തിട്ട് എനിക്ക് 5 പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ കിട്ടുന്നതൊന്നും ഞാൻ സ്വീകരിക്കില്ല. അത് നല്ലതല്ല. വേറെ വഴിക്ക് ആ കാശ് പോകും. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് നിലനിൽക്കുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. ഇതുവരെ ആരും എനിക്ക് പൈസയൊന്നും കൊണ്ട് തന്നിട്ടില്ല. അതങ്ങനെ ഒരു സംഭവം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളൊരു തണ്ട്
അപ്പോൾ ഇവിടുന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും അങ്ങാടി മരുന്ന് കടയിൽ കിട്ടും, മെയിൻ അങ്ങാടി മരുന്ന് കടയിൽ ഇത് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അവിടെ നിന്ന് ഒരു തൈ വാങ്ങിച്ച് വയ്ക്കുക. പണം കുമിഞ്ഞുകൂടാനല്ല, ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ആ ഉപയോഗങ്ങൾ തലമുടി വളരുക, തലമുടിക്കും സ്കിന്നിനുമാണ് ഏറ്റവും നല്ലത്. പിന്നെ വയറ്റിലേക്ക് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് അടിച്ച് കഴിക്കാം. ഇത് ചില ദോഷം, ഒരു ചെറിയൊരു ദോഷമുണ്ട് ഇതിന്. അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കറ്റാർവാഴയുടെ 2-3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പരിചരണങ്ങൾ, തൈ നടുന്നതെങ്ങനെ, പ്രൂണിങ് ചെയ്യുന്നതെങ്ങനെ, ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. പിന്നെ ഇത് കാണുന്നതായ നിങ്ങളിൽ പലരുടെയും വീട്ടിൽ കറ്റാർവാഴ പൂത്തിട്ടുണ്ടാവാം. അപ്പോൾ പൂത്തിട്ട് നിങ്ങൾക്ക് വല്ല മാറ്റങ്ങളുണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അറിയിക്കുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.